ാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. മാറുന്ന കാലവും മാറുന്ന വിശ്വാസവും. ആദ്യത്തിന്റെ ചെറുരശ്മികൾ ഭൂമിയിൽ മേലെ താണിറങ്ങി. മഞ്ഞിന്റെ നനുവറ്റതിരകളിലെ ചെറുനീർക്കണങ്ങളും വെയിലേറ്റ് സ്വർണ്ണം പോലെ തിളങ്ങി. ആ വിശുദ്ധ ദിവസം ഭോജനങ്ങൾ പാട്ടുപാടി കിന്നരം കെട്ടിയും ദൈവത്തിന് സ്തുതി പറഞ്ഞു. പള്ളി ഇന്ന് സിനിമ കാണാൻ പോകേണ്ടതാണ്. 10 മണിക്കാ ഷോ. ഈ ടിക്കറ്റ് കിട്ടിയില്ലെന്നും വരാം. അത് ശരിയാ, പള്ളിക്ക് പിന്നെ ആയാലും പോകാം. സിനിമ പിന്നെ വരില്ല. സമയമായി. ഇപ്പൊ പോയാലേ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കാണാൻ പറ്റും. നീ എവിടെയും പോകണ്ട, ഒരുങ്ങാൻ നോക്ക്. ഇന്ന് പള്ളിയിലാണ് പോകേണ്ടത്, അല്ലാതെ മറ്റു വിനോദയാത്രയ്ക്കൊന്നും അല്ല. അമ്മേ, ഞങ്ങൾ ന്യൂജൻ വൈബാണ്, സീനാണ്. അമ്മ അതൊക്കെ പൊക്കോ, നമ്മൾ അങ്ങോട്ടില്ല. അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് സ്വസ്ഥമായി ദൈവത്തെ മഹത്വപ്പെടുത്താതെ ലൗകിക മോഹങ്ങളെ അവർ വീണപ്പെട്ടു. സീൻ 2. സിനിമ എന്നാൽ ഇതാണ്. ഹാ പൊളി. പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, നിങ്ങൾ ഇന്ന് പള്ളിയിൽ പോയില്ലേ? അത് ചോദിക്കാൻ താനാരാ? കുട്ടികളെ, ദൈവം പറയുന്നത് 7-ാം ദിവസം നിങ്ങളുടെ വേല ചെയ്യാതെ സ്വസ്ഥമായിരിക്കും എന്നാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നാണ്. മതി തന്റെ പ്രശ്നം കേട്ട് മടുത്തതാ. മക്കളെ, നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഞാൻ ഈ പറയുന്നത്. തന്നോടല്ല പറഞ്ഞത് മതിയെന്ന്. Scene 3. അമ്മയൊന്നും വന്നില്ലേ? വിശന്നിട്ട് വയ്യ. പെട്ടെന്ന് ഭൂമി കുലുങ്ങാനായി ആരംഭിക്കുന്നു. അയ്യോ, എന്താ ഇത്? അയ്യോ, ഞാൻ കുസൃതിയായി ക്ഷമിക്കുന്നു. കുട്ടികളെ, ഞാനൊരു വൃദ്ധനായി നിങ്ങളെ പരീക്ഷിച്ചു. പക്ഷേ അപ്പോൾ നിങ്ങളുടെ ഹൃദയം കനമുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുഞ്ഞാടിന്റെ രക്തത്താൽ ശുദ്ധിയായി തീർന്ന കളങ്കമില്ലാത്ത മനസ്സായിരിക്കുന്നു. സോരദേവേ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ എന്തോ വലിയ ആളായി പോയെന്ന് തോന്നി. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടികളെ എനിക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. പ്രിയമുള്ള കൂട്ടുകാരെ, ചിലപ്പോൾ നാമും ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടായിരിക്കണം. പക്ഷേ ദൈവം നിങ്ങളെ തിരിച്ചു വിളിക്കുന്നു. നാം ഒരു പാതയിലാണ്. ഇരുവശങ്ങളിലും നമ്മെ വലിച്ചെടുക്കാൻ പല കൈകളും ഉയർന്നു വരാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് കടമ്പകൾ കടന്ന് ദൈവത്തിന്റെ വാഗ്ദാനമായ നിത്യജീവൻ നമുക്ക് നേടാം. അതിന് നമുക്ക് യത്നിക്കാം. തങ്ങളുടെ ഈ ചെറിയ നാടകത്തിന് തിരശ്ശീല വീഴുകയാണ്. നന്ദി, നമസ്കാരം.